സ്ത്രീകൾക്ക് ഗുണം കിട്ടി. പക്ഷേ കുറെ കുടുംബങ്ങൾ അലവലാതിയായി പോവാണ്. കുറെ കുടുംബനാഥന്മാര് അനാഥമായി പോവുകയാണ് എന്ന് പറഞ്ഞാലേ. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി CP ജോണിനെ കുറിച്ചിട്ട് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? CP ജോൺ ആള് നല്ല ആളാണ്, വിവരമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ UDF മന്ത്രിസഭയിൽ വന്നപ്പോൾ അതൊക്കെ പോയി. അതാണ് സത്യം. CP ജോൺ കഴിവുള്ളവനാണ്, വിവരമുള്ളവനാണ്. പക്ഷെ ഈ UDF മന്ത്രിസഭയിൽ വന്നപ്പോൾ ആലോചിച്ച് തീരുമാനം എടുക്കണ കാര്യത്തിൽ അയാൾ വട്ടപൂജ്യമായി പോയി. പക്ഷെ അയാളുടെ കുറ്റമല്ല കേട്ടോ, സതീശൻ്റെ കുറ്റമാണ്. സതീശന് വോട്ട് നേടാൻ വേണ്ടി വായി തോന്നിയ കോതൊക്കെ പാട്ടെന്ന് കയറി അങ്ങ് പറഞ്ഞു. പ്രിയദർശിനി എന്തു ആയിക്കോട്ടെ, അത് കയറി അങ്ങ് പറഞ്ഞു. അത് പുള്ളിക്ക് തന്നെ പുള്ളിയുടെ തലക്ക് നേരെ ഓങ്ങണ വാളായി വന്നു. പ്രിയദർശിനി കൊണ്ട് കുറെ സ്ത്രീകൾക്ക് ഗുണം കിട്ടി. പക്ഷേ കുറെ കുടുംബങ്ങൾ അലവലാതിയായി പോവാണ്. കുറെ കുടുംബനാഥന്മാര് അനാഥമായി പോവുകയാണ്. അവരൊക്കെ ആത്മഹത്യയുടെ വക്കിലോട്ട് പോവുകയാണ്. മനസ്സിലായോ? ആണുങ്ങൾക്കുടെ വരുമാനം ഇല്ലാതെയായി കഴിഞ്ഞപ്പോൾ പോയില്ല ഇടപാട്. അവർ തൊഴിൽ മേഖല നശിച്ചു പോവുകയല്ലേ. മനസ്സിലേ? അതാണ് സംഭവിച്ചേക്കണത്. ആലോചനയിൽ കുറവ് വന്നു. ഇപ്പോൾ വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗണേഷ് കുമാർ ആയിരുന്നു ഇപ്പോൾ ഗതാഗത മന്ത്രി എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ കേരളത്തിന് ഉണ്ടാവൂല. അയാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ കടപ്പാടും ഒക്കെ കുറച്ച് കൊണ്ടുവന്നാണ്. അയാളുടെ പേഴ്സണലായിട്ട് അയാൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം. അത് മാനുഷിക പരിഗണന. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കേസല്ല. സംഘടനാ തലത്തിൽ, ഭരണതലത്തിൽ അയാൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അതുകൊണ്ട് KSRTCയുടെ കടങ്ങൾ വീടി 1-ാം തീയതി ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടിത്തുടങ്ങി. ഗതാഗത മന്ത്രി ഇപ്പോൾ CP ജോണ അല്ല ഗണേഷ് കുമാർ ആയിരുന്നെങ്കിൽ കേരളത്തിന് ഈ അവസ്ഥ ഉണ്ടാവില്ല. അതെ. ഇപ്പൊ ഇന്ന് കോഴിക്കോട് സമരം, നാളെ ഓൾ കേരള സമരം. ഈ കണ്ണിക്കണ്ട ബ്ലേഡും സ്വർണം അതൊക്കെ പണയം വെച്ചാണ് ഈ പ്രൈവറ്റ് ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിന്ന് കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് 5-6 ആളുടെ പണിയാണ് അവിടെ ഇല്ലാതായിരിക്കണത്. 5-6 കുടുംബങ്ങളാണ് കഷ്ടത്തിലോട്ടായി പോണത്. പെണ്ണുങ്ങളിപ്പോൾ 10-20,000 60,000 ശമ്പളം മേടിക്കണ പെണ്ണുങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് പണിയെടുക്കുന്നുണ്ട്. അവർക്ക് കാശില്ലാഞ്ഞിട്ടാണ്. അല്ല, അവർ ബസ് കാത്ത് കയ്യിൽ നിന്ന് ബസ്സിന് പോവുകയാണ്. അവർ എല്ലാവർക്കും കൊടുക്കണം എന്നല്ല, കൊടുക്കണം. ഗതിയില്ലാത്തവർക്ക് കൊടുക്കണം. ഇത് വലിയ രീതിയിലൊരു തെറ്റായി പോയി. വലിയ രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞ ആലോചന ഇല്ലാത്തടുത്ത് തീരുമാനമായി പോയി. ഇവര് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു. കാരണം അതാണ് ഇവര് വെറുതെ ഒരു തീരുമാനം എടുത്ത് ആലോചിച്ചു പോലും ചെയ്തില്ല. അവർക്ക് എങ്ങനെയെങ്കിലും വോട്ട് നേടുക, അധികാരത്തിൽ വരിക. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് കിടന്ന് പിടക്കണത്. മനസ്സിലേ? അതാണ്. ഇനി വേറെ കാര്യം ചോദിക്കണമെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ഇല്ലാത്തതും VD സതീശൻ എന്ന വ്യക്തിക്ക് ഉള്ളതുമായൊരു കാര്യം എന്താ പറഞ്ഞത് ചേട്ടൻ? എന്താ പറയാ? അയാൾക്ക് ജനശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റിയ രീതിയിലുള്ള സംസാര ശൈലിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആർക്ക്? VD സതീശന്. പിണറായി എന്ന് പറയുന്ന വ്യക്തി അയാൾ ശാരീരികമായിട്ട് അയാൾ പ്രായാധിക്യമൊക്കെ വന്ന മനുഷ്യനാണ്. അപ്പൊ ചില കാര്യങ്ങളിൽ അയാൾ മുഷിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ? അയാളോട് ചോദിക്കാതെ അകത്തോട്ട് കയറി വന്ന പത്രപ്രവർത്തകരോട് കടക്ക് പുറത്തുനിന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പിന്നെ മൈക്കിൻ്റെ പുറകിലിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ അതാ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനിൽ പ്രായാധിക്യം കൊണ്ട് വരാവുന്ന ചില സംഭവങ്ങളാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ വേറെ എന്തെങ്കിലും പല പ്രശ്നത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും എൻ്റെ വീട്ടിലുകാർ വന്നിട്ട് എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ നീ എൻ്റെ പാട്ടിന് വന്ന് പറയുള്ളൂ. അത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ലേ. ചേട്ടാ കമ്മ്യൂണിസ്റ്റുകാരനാ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അല്ല, ഞാൻ ഇപ്പോൾ കുറെ വാർത്തകൾ അറിഞ്ഞിട്ടുണ്ട് 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവരുടെ കണക്കുകൂട്ടലാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതെ വന്നാൽ ജനം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അവർക്ക് ഭരണം കിട്ടണോ വേണ്ടയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രതിപക്ഷത്താണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ നാട്ടിൽ അരാജകത്വം കൂടും. അതായത് ഇവിടെ മനുഷ്യൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും.
പിണറായി വിജയനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന വാക്ക്? അതൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ തലമുറ വളർന്നു വരികയല്ലേ, ഇത് പഠിച്ചു വരികയല്ലേ. അപ്പോൾ പിന്നെ പിണറായി വിജയൻ അവസാന വാക്കാകണം അങ്ങനെ ഒരിക്കലുമല്ല. അത് ഞാൻ പറഞ്ഞതാ, ആ പറഞ്ഞ ആൾക്ക് തോന്നിയ സംഭവമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കണം എന്ന് ആഗ്രഹിക്കണം ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ സംസ്ഥാനത്ത് വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ചില സംസ്ഥാനങ്ങളിലും ഒക്കെ മനസ്സിലാക്കണുണ്ട് ഇപ്പോൾ ആൾക്കാർ. ഇനി വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, എന്നെങ്കിലും അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി വരുന്ന ഒരു ദിവസം ഉണ്ടാവും? ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ സുഹൃത്തെ, ഒരു പ്രധാനമന്ത്രിയുടെ പോയിന്റിലോട്ട് വന്ന ഒരാളുടെ ഒരു പ്രവർത്തനങ്ങളാണ് പുള്ളിയുടെ ഭാഗത്ത് നിന്നുള്ളത്. ഇപ്പം ആളെവിടെ? ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും രാജീവ് ഗാന്ധിനെ കാണാനില്ല എന്നും പറഞ്ഞ ഇതിനകത്ത് ട്രോളുകൾ വന്നുണ്ട്. പുള്ളിക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പോക്കും വരും. പുള്ളി സ്റ്റേണായിട്ട് നിന്നിരുന്നെങ്കിൽ ഈ BJP എന്ന് ഇത്രയധികം ഇവിടെ വളർന്നു വരില്ല. അവർക്ക് വഹിക്കാൻ പറ്റിയ ഒരുപാട് റോളുകളുണ്ടായിരുന്നു. അതിനത് വേണ്ട രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടില്ല, കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചിട്ടില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ അങ്ങോരേക്കാൾ എത്രയോ പ്രഗത്ഭരായ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. കോൺഗ്രസിൻ്റെ തലപ്പത്ത് വരാൻ പറ്റിയ ആദർശധീരന്മാരും ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ. പക്ഷേ ഈ ഗാന്ധി കുടുംബത്തിൻ്റെ പിന്തുടർച്ച അവകാശം എന്നുള്ള നിലയിൽ അതിങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളതല്ലാണ്ട് കാതലായ വിഷയത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഒരുപാട് പോരായ്മകൾ അവർക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? കുഞ്ഞാലിക്കുട്ടിയൊക്കെ അവരൊക്കെ ഒരു വിഭാഗത്തിൻ്റെ വക്താക്കളായിട്ട് നിൽക്കണതല്ലേ, അല്ലാണ്ട് പൊതുവായൊരു വിഷയത്തെ പറ്റിയല്ല അവരാരും ചിന്തിക്കണം. മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിന് എന്ത് കിട്ടുന്നു, എന്ത് ഉന്നമനമാണോ അവർ ചിന്തിക്കണത്. മനസ്സിലായി? അല്ലാതെ ഉള്ളൊരു കാര്യം എനിക്ക് അങ്ങനെ അവരെ പറ്റി തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈടായിട്ട് വാർത്തകൾ അറിഞ്ഞിരിക്കണ പിഷാരടിയുടെ ഒരു വോയിസ് ലീക്ക് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ട്. അത് ആ വോയിസ് ലീക്ക് എന്ന് പറയുന്നത് എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് ശരിക്കും അത് ക്ലാരിറ്റി ആയിട്ടില്ല. പക്ഷെ എന്താണേലും ഇവരെയൊക്കെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നം എന്തായാലും ജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളല്ല ഇവർ ഉയർത്തുക. അവർ താൽക്കാലികമായിട്ടുള്ള പ്രശ്നം ഈ ഇലക്ഷനിൽ ജയിക്കുക, MLA ആകുക, മന്ത്രിയാകുക, അതിൽ കവിഞ്ഞ് വേറെ പ്രശ്നമൊന്നും. എന്താണ് അഭിപ്രായം? MLA ഇപ്പം ആയി വന്നേ പുള്ളി നിയമസഭയിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞതെന്താ, അവരെ സംബന്ധിക്കണ കാര്യമാണ്. അവരുടെ സ്റ്റാഫിനെ കൂട്ടുക, അവർക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയാണ് അവർ പറഞ്ഞത്. അല്ലാണ്ട് ഇവിടെ നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലില്ലേ. ഒരു ചായക്ക് 15 രൂപ, ഒരു പഴംപൊരിക്ക് 20 രൂപ. അതിന് പറ്റിയ എന്ത് സംവിധാനം ഇവിടെ കൂടിയ ഗ്യാസിൻ്റെ വില കുറച്ചു എന്നിട്ട് ഇവർ കുറപ്പിക്കുമോ? ഇല്ല. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും എല്ലാം വിലയായി. ഇതിനെപ്പറ്റിയൊന്നും ഈ പുതുതായിട്ട് വന്ന MLA-മാർക്ക് ഒന്നും പറയാനില്ല. അവർക്ക് അവരുടേതായ പ്രശ്നം. അവർക്ക് സ്റ്റാഫിനെ കൂട്ടണം, സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം,